ചെങ്കാള ഷാഗാട്ട് അബുദാബിന്ന് ഇന്നൊരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരുപാട് അഭിമാനം തോന്നിയൊരു ദിവസം ചെയ്തിട്ടെന്ന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്നൊരു ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ ടോക്കൺ എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഏകദേശം എൻ്റെ മുമ്പിൽ ഒരു 10-18 ആളുകൾ ഇങ്ങനെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സീറ്റില്ലാത്തതുകൊണ്ട് ഞാനൊരു അരുവിലേക്ക് ഇങ്ങനെ മാറി നിന്നിട്ട് ഇങ്ങനെ മരുന്നിന് വേണ്ടി ടോക്കൺ എടുത്തിട്ട് ആ നമ്പറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പാകിസ്ഥാനി ആയിട്ടുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരാൾ ഒരുപാട് നേരമായിട്ട് മരുന്നിന് കാത്തു നിന്നിട്ട് അവസാനം ഞാൻ എത്തിയപ്പോൾ ആൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നിട്ട്, കാരണം അത്രയും പ്രായമായിട്ടുണ്ട്. ഒരു കയ്യിൽ ഫുള്ള് എക്സ്റേയും പേപ്പറും എന്തൊക്കെയോ ഉണ്ട്, ഒരു കയ്യിൽ ഒരു ദസ്ബിമാലയുണ്ട് കേട്ടോ. അയാളെ ഡ്രസ്സൊക്കെ ഫുള്ള് ചളിയാണ്, മേത്തൊക്കെ ചളിയാണ്, ചെരുപ്പൊക്കെ മണ്ണിൽ കൊണ്ട് കുതിർന്നിട്ട് അങ്ങനത്തെ ഒരു ഡ്രസ്സിലാണ് ആൾ വന്നിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ആളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്ന് എന്നോട് ചോദിച്ച് ഇന്ത്യയെന്ന് ചോദിച്ചു, ഇന്ത്യയിലുള്ള ആണോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞേ ഞാൻ എൻ്റെ വിസ കഴിഞ്ഞിരിക്കണ്, എനിക്ക് കുറേ പേപ്പർ ഇതൊക്കെ കാണിച്ച് വിസ കഴിഞ്ഞിരിക്കണ്, ദമാന് കഴിഞ്ഞിരിക്കണ്, ഹോസ്പിറ്റലിൽ കാണിച്ച് അതിനുള്ള പൈസ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇതാക്കി മരുന്നിന് ഏകദേശം 350 ദിർഹംസോളം വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിരിക്കണം, അതുകൊണ്ട് തന്നെ മരുന്നിനല്ല എന്തോ കാര്യമായിട്ടുള്ള അസുഖമുള്ള ഒരാളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിരിക്കണ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് എന്തെങ്കിലും ഒരു എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമോ ചോദിച്ചു. അപ്പോൾ ഞാനൊന്നിങ്ങനെ നിന്നിട്ടോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും 350 ദിർഹംസ് ഒന്നും നമ്മുടെ കയ്യിൽ എപ്പോഴും വെക്കൂലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാട്ടിൽ അയച്ചതിന് ശേഷം ഒരു 150 ദിർഹംസ് മുതൽ 150 ദിർഹംസ് നമ്മൾ കയ്യിൽ വെക്കലുള്ളൂ. പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് വാങ്ങി കഴിക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു മാസം അങ്ങനെ നീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പേഴ്സ് തുറന്നപ്പോൾ എൻ്റെ ആകെ പേഴ്സിലുള്ള 65 ദിർഹംസ് 65 ചില്ലറയും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാച്ച എൻ്റെ അടുത്ത് ഇത്ര പൈസ ഇല്ല, എൻ്റെ അടുത്ത് ഒരു 30-40 വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ച പറഞ്ഞ് എനിക്ക് ഇത്രയും പൈസ വേണം. ഞാൻ ആ ഇരിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ച് ആരുടെ അടുത്തും ക്യാഷ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ആളുകളിലേക്കൊക്കെ നോക്കിയപ്പോൾ ഒക്കെ നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട ആളുകളും, ഇവിടുത്തെ ലേഡി സ്ത്രീകൾ, ഇവിടുത്തെ ലോക്കൽസ് ആവാം എന്താ അറിയില്ല. അപ്പോൾ ആളെ ഈ ഒരു വേഷവും കാര്യങ്ങളും ഇതൊക്കെ കണ്ടത് കൊണ്ടായിരിക്കാം എന്തോ ആരും നമുക്ക് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒക്കെ ഉള്ള ആ ക്യാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 20 ദിർഹംസ് 40 ദിർഹംസ് ഞാൻ ആൾക്ക് കൊടുത്ത്, കാരണം ആളെ അങ്ങനത്തെ ഒരു കോളത്തിൽ നിന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞേ ഇതിന് കിട്ടുന്ന 2 ദിവസത്തിനെങ്കിലും മരുന്ന് വാങ്ങിയിട്ട് പിന്നെ വന്നിട്ട് ആരുടെങ്കിലും വാങ്ങിയിട്ട് വന്നിട്ട് വാങ്ങിയാൽ മതിയല്ലോ പറഞ്ഞു. ആൾ വീണ്ടും ആ കാശ് വാങ്ങിയിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്നൊരു കുട്ടീൻ്റെ കയ്യും പിടിച്ചിട്ട് ഒരു അറബി ഇങ്ങനെ കയറി വന്നപ്പോൾ ഇയാൾ ഈ അറബീൻ്റെ അടുത്തേക്കും പോയിട്ടോ. അറബീൻ്റെ അടുത്ത് പോയപ്പോൾ അറബീനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അറബി നേരെ കൗണ്ടർ കാണിച്ച് ചെന്നിട്ട് ചോദിച്ച് ഇയാൾ എന്താണ് ഇത്രയും മരുന്ന് എന്താണെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞു ഇത്ര 300 സംതിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഒറ്റടിക്ക് അറബി പറഞ്ഞു ഓക്കെ ഞാൻ തരാമെന്നാണ്. ആ മരുന്ന് എത്ര കൊടുത്തു പറഞ്ഞു. അതിൽ ഇയാൾ അങ്ങോട്ട് കരഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കരഞ്ഞിട്ട് നില വിളിച്ചിട്ട് ഈ അറബിനെ അങ്ങോട്ട് പിടിച്ചിട്ടാ. ഈ അറബിയും കരഞ്ഞ് അവിടെ നിന്നിരുന്ന എല്ലാവരും കരഞ്ഞു, ഞാനും എല്ലാവരും. നമ്മളെ കണ്ണിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ചാടിയിട്ട് വിഷമാണോ സങ്കടമാണോ ഒന്നും ഇങ്ങോട്ട് ഇത് കിട്ടാത്ത ലെവലിലായിട്ടോ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. ഓഫ്. അങ്ങനെ അദ്ദേഹം ആ മരുന്ന് വാങ്ങി, ഈ അറബിൻ്റെ ലിസ്റ്റും വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ആ മരുന്നെടുത്ത് കൊടുത്ത് ആളോട് വരാൻ പറഞ്ഞു. ഒപ്പം വന്നിട്ട് ആളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി ഒരു മെർസിഡീസിൻ്റെ ഒരു കാറാണ്. കുട്ടീനെ ബാക്ക് ഡോർ എടുത്ത് തുറന്നിട്ട് അതിൽ കയറ്റിയിട്ട് ഫ്രണ്ട് ഡോർ തുറന്നിട്ട് അയാളോട് പറഞ്ഞ് കയറി ഇരിക്കുമെന്ന് പറഞ്ഞു. കയറിയിരുന്ന് അടുത്തുള്ള കടയിൽ നിന്ന് ഒരു വെള്ളമൊക്കെ വാങ്ങി കൊടുത്ത് അവിടെ കൂടിയിട്ട് ഈ സീറ്റിൽ ഇരുന്നിരുന്ന ആളുകളുണ്ടല്ലോ, അത്ര നേരം മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നിരുന്ന ആളുകൾ പോലും സങ്കടപ്പെട്ടിട്ട് അതിലുണ്ടായിരുന്നൊരു സ്ത്രീ, ഇവിടുത്തെ ലോക്കലാണെന്ന് തോന്നുന്നു, അവരെ കയ്യിലുള്ള 500-600 അങ്ങനത്തെ ദിർഹംസ് വരെ കൊടുത്തിട്ട് ഈ കാറിൻ്റെ അടുത്ത് വന്നിട്ട് കൊടുത്തു. ആ ഫാർമസിയിൽ ഇരുന്നിരുന്ന എല്ലാവരും പുറത്തേക്ക് വന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, എന്തോ ഒറ്റൊരു മാജിക്ക് പോലെ അത്ര നേരം സഹിക്കാതെ നിന്ന ആളുകൾ പോലും ഈ അറബി അപ്പോഴും മേലെ ചൂണ്ടിട്ട് മാഫി മിഷി അല്ല ഫി ഫോക്ക് അതിനെ പറഞ്ഞു കൊടുക്കട്ടെ, അല്ല മേലുണ്ട്, പടച്ചോനുണ്ട്, ഒന്നും പേടിക്കണ്ട, ഒക്കതാ വേണ്ട വെച്ചിട്ട് ഇങ്ങനെ ആളങ്ങനെ പുറത്തിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പറയുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഇത്. അപ്പോൾ എന്നിട്ട് അറബി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞേ നിങ്ങൾ ഇത്ര ആളുകളുണ്ടായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആളെ ഒന്ന് എല്ലാവരും കൂടി കുറച്ച് എടുത്തൊന്ന് സഹായിച്ചൂടായിന്നൊന്ന് ചോദിച്ചപ്പോൾ
അയാൾ എൻ്റെ നേരേക്ക് ചൂണ്ടി പറഞ്ഞേ, ഞാൻ ഇത്ര ആളുകളോട് ചോദിച്ചിട്ട് തന്നില്ല, അവനാണ് തന്നതെന്ന് പറഞ്ഞപ്പോഴല്ലോ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കി തന്ന പാട്. ആ ഒരു ടൈമിലുണ്ടല്ലോ, ഒരു ഇന്ത്യൻ ഒരു മലയാളി എന്നുള്ള ടൈമിൽ സന്തോഷവും സങ്കടമൊക്കെ കൂടി വന്ന് ഞാനൊരു മൂലക്കൊക്കെ ഉണ്ട് ചുരുണ്ട്. കാരണം നമ്മളൊക്കെ മുകളിൽ എത്രയോ വലിയ ആളുകളല്ലേ. ഞാൻ ചെയ്തത് പറയല്ല, പക്ഷെ നമ്മളെ ആ തുക ഒന്നുമല്ല. ചിലപ്പോൾ ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ ചിലപ്പോൾ ആ മരുന്നിന് തികയുള്ളൂ. പക്ഷേങ്കിൽ ആ ഒരു ഇത് പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞാൽ രോമകൻ എടുത്തു നിന്നിട്ട് സന്തോഷവും സങ്കടമൊക്കെ കൂടി വന്നൊരു നിമിഷമായിരുന്നു. അപ്പോൾ അതൊന്നിങ്ങനെ ഷെയർ ചെയ്യണമെന്ന് തോന്നിട്ടോ. എന്തായാലും അയാളെയും കൊണ്ട് അറബി പോയി. ചിലപ്പം എന്തെങ്കിലും തർത്തീവാക്കി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ ഇതിലേക്ക് വന്നപ്പോൾ എല്ലാവരും മരുന്ന് ഞാൻ വാങ്ങുന്നത് വരെ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളികൾ നമ്മളെ ഇന്ത്യൻസ് ആയിരിക്കട്ടെ കുറച്ചെങ്കിലും എന്തിനെങ്കിലുമൊക്കെ ഒരു കാര്യത്തേക്ക് ഇറങ്ങണതും ഇടപെടുന്നതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളെ മുമ്പിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ മാത്രം, അതിന് 10 ആണെങ്കിലും 5 ആണെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ 40, അതായത് നമ്മൾ ആ 40 ദിർഹംസ് കൊടുത്ത് എന്നുള്ളതല്ല, ആ 40 ദിർഹംസിൻ്റെ വാല്യൂ അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അത്രയൊക്കെ ചിലപ്പോൾ അതിലുള്ള ആളുകളൊക്കെ കോടികളൊക്കെ ചിലപ്പം സമ്പാദിക്കുള്ളവരായിരിക്കാം. പക്ഷേ ആ ഒരു നിമിഷത്തിലുണ്ടല്ല, അവരെക്കാളൊക്കെ എത്രയോ മുകളിലായിരുന്നു എൻ്റെ സ്ഥാനം എന്ന് എനിക്ക് വരെ ബോധ്യപ്പെട്ടൊരു നിമിഷമായിരുന്നത്. അതായത് അവരെക്കാട്ടൊക്കെ എത്രയോ മുകളിലാണ് ഞാൻ എന്നുള്ള എനിക്ക് തന്നെ മനസ്സിലുണ്ട് തോന്നിപ്പോയ നിമിഷം. അതായത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നിങ്ങനെയൊക്കെ തോന്നുമല്ലോ, നമുക്ക് പെട്ടെന്ന് മനസ്സിലിങ്ങോട്ട് കയറി പറ്റിയൊരു നിമിഷമായിരുന്നു. വല്ലാത്തൊരു അവസ്ഥയാണത്. പിന്നെ ഒന്നാമത് കാര്യം, ഇവയിലുള്ള ആളുകളൊക്കെ എല്ലാവരും ഇൻഷുറൻസ് എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇൻഷുറൻസ് ഇല്ലെങ്കിലുള്ള അവസ്ഥയാണ് ഇതൊക്കെ. ഇൻഷുറൻസ് തെറ്റാതെ ഒക്കെ അത് ക്ലിയറാക്കി കൊണ്ടുപോവുക. അയാൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എത്ര 40 സംതിങ്ങോ അങ്ങനെ എന്തോ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇൻഷുറൻസ് ഇല്ലാത്തൊരു അവസ്ഥ കൊണ്ടാണ് ഇത്രയൊരു എമൗണ്ട് വരാൻ കാരണം. അപ്പോൾ എല്ലാവരും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുക്കുക. കാരണം നമ്മളൊരു വേറെ നാട്ടിലാണ്, നമ്മളെ നാട്ടിലല്ല. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാലുള്ളൊരു അവസ്ഥയാണ് കേട്ടോ അത്. എനിവേ, താങ്ക് യു.